നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവവചനത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാകര സുവിശേഷം 26 അധ്യായം 33 തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: കീപ്പ തന്നോട്, എല്ലാവരും അങ്ങയിൽ വിരുദ്ധപ്പെട്ടാലും ഞാനോ ഒരിക്കലും അങ്ങയിൽ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു തൻ്റെ പ്രിയ ശിഷ്യന്മാരുമായി പെസഹ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശീമോൻ യേശുവിനോട് പറയുന്നതായ വാക്കുകളാണ് നാം വായിച്ച് കേട്ടത്. ആരൊക്കെ ഇടറിപ്പോയാലും, ആരൊക്കെ നിന്നെ വിട്ട് മാറിപ്പോയാലും, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല, ഞാൻ നിന്നെ വിട്ടുമാറുകയില്ല എന്ന് യേശുവിനോട് പറയുന്ന ശീമോനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ശീമോൻ്റെ ജീവിതത്തിലെ യേശുവിനോടുള്ളതായ സ്നേഹവും യേശുവിൻ്റെ ശുശ്രൂഷകളോടുള്ളതായ അഗാധമായിരിക്കുന്ന അനുഭാവവും പല സന്ദർഭങ്ങളിലും ശീമോൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 22 തിരുവചനത്തിൽ ഇങ്ങനെ യേശുവിനോട് ശീമോൻ കീപ്പ പറയുന്നുണ്ട്: കർത്താവേ, അങ്ങേക്ക് ഇങ്ങനെ സംഭവിക്കുവാൻ ഇടയാകരുതേ. യേശു തമ്പുരാൻ പറയുകയാണ്, അവൻ പീഡ അനുഭവിക്കുവാനും കൊല്ലപ്പെടുവാനും 3-ാം നാൾ പുനരുദ്ധാനം ചെയ്യുവാനുമായിട്ട് ഇരിക്കുകയാണ് എന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ ശീമോൻ പറയുന്ന വാക്കുകളാണ്. ഒരിക്കലും യേശു തങ്ങളിൽ നിന്നും വിട്ടുപോകരുതെന്നും യേശുവിനോടുകൂടെ എപ്പോഴും ഇരിക്കണമെന്നും ആഗ്രഹിച്ച ശീമോൻ്റെ ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ യേശുവിനോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ശീമോൻ കീപ്പ നടത്തുന്നത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശീമോൻ തൻ്റെ ജീവിതത്തിൽ യേശുവിനോട് ഉള്ളതായിരിക്കുന്ന ബന്ധത്തെ ഏറ്റവും ആഴത്തിൽ നിലനിർത്താൻ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ എങ്കിലും മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 34 തിരുവചനത്തിൽ കർത്താവ് അവന് പറയുന്ന ഒരു മറുപടിയുണ്ട്: ഈ രാത്രിയിൽ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയും എന്ന്. വാസ്തവത്തിൽ പത്രോസിന് ഏറെ സങ്കടമുണ്ടായ ഒരു സാഹചര്യവും മറുപടിയുമായിരുന്നിരിക്കണം. അവൻ്റെ യേശുവുമായുള്ളതായ സമ്പർക്കത്തിലുടനീളം അവൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തതായ ഒരു മറുപടിയാണ് അവന് യേശുവിൽ നിന്ന് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ശീമോന് ഇപ്രകാരം തൻ്റെ ഹൃദയത്തിൽ ഈ ചിന്ത വന്നത്? എല്ലാവരും നിങ്ങൾ ഇടറിപ്പോയാലും ഞാൻ നിന്നിൽ നിന്നും അകന്നു പോകുകയില്ല, ഒരിക്കലും അങ്ങയിൽ നിന്ന് ഇടറിപ്പോകുവാനായിട്ട് വിട്ടുപോകുവാനായിട്ട് ഇടവരികയില്ല എന്ന് ശീമോൻ അപ്രകാരം ഉറച്ചു പറയുവാൻ ഉള്ള കാരണം, പലപ്പോഴും ഇത് ഒരു സ്വാഭാവിക മനുഷ്യൻ്റെ പ്രതികരണമായിട്ട് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. സ്വയത്തിലുള്ളതായ അമിതമായ ആശ്രയമാണ്, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആണ് പലപ്പോഴും മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുവാനും അല്ലെങ്കിൽ നമ്മെ നാശത്തിലേക്കൊക്കെ കൊണ്ടുചെന്നെത്തിക്കുവാനും ഇടയാകുന്ന സാഹചര്യം. ഇവിടെ പത്രോസ് മനഃപൂർവ്വമല്ലെങ്കിലും അവൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്: എനിക്ക് സാധിക്കും, യേശുവിനോട് കൂടെ എന്നും ആയിരിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് അവൻ ഇങ്ങനെ അമിതമായിട്ട് അവൻ തന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവൻ പറയുവാനായിട്ട് ഇടവരുത്തുകയാണ്. സദൃശ്യവാക്യം 16 അധ്യായം 18 തിരുവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മിലേക്ക് തന്നെ നാം ആശ്രയിക്കുവാൻ തക്കവണ്ണം നമ്മെ വിട്ടുകൊടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നാശം നമ്മുടെ മുമ്പിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും. ഗോലിയാത്ത് എന്ന മനുഷ്യൻ
1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനതയെയും ദാവീദിനെയും വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നായയ്ക്ക് തുല്യനായി ദാവീദിനെ എണ്ണിക്കൊണ്ട് അവനിങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ഒരു കവണയും 5 കല്ലുമായി ദാവീദ് അവനെ നേരിട്ട് അവനെ വീഴിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ ചിന്തിക്കേണ്ടതിലപ്പുറം ചിന്തിക്കരുത്. പിന്നെയോ നിങ്ങളിൽ ഓരോരുത്തരും അളന്ന് ഭാഗിച്ചു തന്നിരിക്കുന്ന വിശ്വാസമനുസരിച്ച് പരിഭാഗതയോടെ ചിന്തിക്കണം. ദൈവം നമുക്ക് ചിന്താശകലങ്ങൾ സ്വാതന്ത്ര്യത്തോടെ തന്നിരിക്കുമ്പോൾ നമ്മൾ അതിനും അപ്പുറമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ ഹിതത്തിനും അപ്പുറമായി ചിന്തിക്കുവാനും നമ്മുടെ കഴിവിനാൽ ഇതെല്ലാം നിവർത്തിക്കപ്പെടുന്നു എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ചിന്തിക്കുവാനും ഒക്കെ ഇടവരുന്നുവെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. 1 കൊരിന്ത്യർ ലേഖനം 10:12 നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: താൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ ഇനിയും വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അതെ, പത്രോസിൻ്റെ ജീവിതത്തിൽ അവൻ വളരെ ആത്മവിശ്വാസത്തോടെ യേശുവിനെ എന്നും പിൻപറ്റും എന്ന് അവൻ ദൈവത്തോട് യേശുവിനോട് ഏറ്റുപറഞ്ഞതാണ്. എന്നിട്ടും അവന് പലപ്പോഴും അവന് സാധിക്കാതെ വരുന്നത് തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ തൻ്റെ കഴിവിൽ അമിതമായി ആശ്രയിക്കുന്നത് കൊണ്ടാണ്. യേശുവിനോട് പത്രോസ് പറഞ്ഞ ആ വാഗ്ദാനം പാലിക്കുവാൻ അവന് പിന്നീട് സാധിച്ചില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ പിന്നീട് അവൻ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് തന്നിലല്ല ആശ്രയിക്കേണ്ടത്, എൻ്റെ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദുഃഖം കൊണ്ട് കരയുന്ന ഒരു വലിയ തൻ്റെ അഹത്തെ, തൻ്റെ സ്വയം ആശ്രയത്വത്തെ അവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കരയുന്നതായ ഒരു വലിയ അനുഭവം നമ്മൾ കാണുവാനായിട്ട് ഇടവരികയാണ്. ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്നായിരിക്കുമ്പോൾ ഈ കഷ്ടാനുഭവ ആഴ്ചയുടെ ആദ്യ ദിനത്തിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക: നമ്മിലുള്ള ആശ്രയം, നമ്മുടെ കഴിവിലുള്ളതായ ആശ്രയം, നമ്മുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളുള്ള ആശ്രയം നമ്മെ എവിടെയും എത്തിക്കുകയില്ല. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. നമുക്ക് അവൻ്റെ മുമ്പിൽ കരയാം: ഞാൻ ഒരു കഴിവുമില്ലാത്തവനാണ്, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു താഴ്മ നമുക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ വിനയത്തിൻ്റെ ഏറ്റവും താഴ്മയുള്ള മനോഭാവം നമുക്ക് ഏറ്റെടുക്കുവാനും ദൈവത്തിൻ്റെ മുഖം നമ്മുടെ മുഖത്ത് വിരിയുവാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കാൽവരി ക്രൂശിലെ സ്നേഹം പകർന്നിടാൻ